മൈ ഡിയർ ആസ്പിരൻസ്, എല്ലാവർക്കും നമ്മുടെ സൈലന്റ് ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ RRB PO മെയിൻസ് എക്സാം നാളെയാണ് അല്ലേ. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ മെയിൻസ് എക്സാം ആണ്. നമ്മുടെ പ്രിലിംസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിഞ്ഞ് നമ്മുടെ RRB PO മെയിൻസിൻ്റെ എക്സാം ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേയധികം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ടെൻഷൻസ് എല്ലാം മാറ്റി വെക്കുക. നമ്മൾ കുറേ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നാളെയാണ്. നമ്മൾ റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യാസം എന്താണ് ഈ ഒരു വർഷം? നമുക്കറിയാം ഈ വർഷം എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? സെക്ഷണൽ ടൈമിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ കൊല്ലം സെക്ഷണൽ ടൈമിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കിക്കേ, റീസണിങ്ങിന് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്, 30 മിനിറ്റ്സ് ആണ് ടൈം. നമ്മുടെ റീസണിങ്ങിനും അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റി അതേപോലെ ഇംഗ്ലീഷിനും നമുക്ക് ടോട്ടൽ എത്ര ടൈം ഉണ്ട്? 30 മിനിറ്റ്സ്. കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിനായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ നമ്മളുടെ വീക്ക് ഏരിയ അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ തനിയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇത്ര ക്വസ്റ്റ്യന് അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് റീസണിങ് ചെയ്യണം, ക്വാണ്ട് ചെയ്യണം എന്ന് നമ്മളായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യം അത് പറ്റത്തില്ല. റീസണിങ്ങിനാണെങ്കിലും ന്യൂമറിക്കൽ എബിലിറ്റിക്കാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും ടോട്ടൽ എത്ര ടൈമേ കിട്ടത്തുള്ളൂ? 30 മിനിറ്റ്സ്. അതേപോലെ ജനറൽ അവയർനെസ്സിനും കമ്പ്യൂട്ടറിനും നമുക്ക് 15 മിനിറ്റ് മാത്രമാണ് കിട്ടുക. അങ്ങനെയാണ് ടോട്ടൽ 2 hours. അപ്പോൾ ഈ ഓരോ സെക്ഷനിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എൻ്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാലോ, റീസണിങ് ആണ്. അപ്പോൾ റീസണിങ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റീസണിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ നമുക്കറിയാം ടോട്ടൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. അപ്പം എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1 to 2 മിനിറ്റ്സ്, ടോട്ടൽ 2 മിനിറ്റ്സ് എടുക്കണ്ട എങ്കിലും ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നെക്സ്റ്റ് സ്കിപ്പ് അടിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തിനാ, അതൊരു സമയനഷ്ടമല്ലേ? ശരിക്കും അല്ല. നമുക്ക് RRB PO മെയിൻസിന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, റീസണിങ്ങിൻ്റെ കേസിൽ നമുക്ക് 2 സെക്ഷൻസ് ആയിട്ടായിരുന്നു തിരിക്കുക. അതായത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സെക്ഷനും, അതേപോലെ തന്നെ മിസ്ലേനിയസ് എന്ന് പറയുന്നത് വേറൊരു സെക്ഷനും. അപ്പം മിസ്ലേനിയസിൽ തന്നെ പല ടോപ്പിക് ഉണ്ട്, പസിൽസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പസിൽസ് ഉണ്ട്. മിസ്ലേനിയസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ ടെസ്റ്റ് ചോദിക്കാം, കോഡഡ് ഡയറക്ഷൻ ചോദിക്കാം, കോഡഡ് ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാളിറ്റി, സിലോജിസം, അത് തന്നെ റിവേഴ്സ് സിലോജിസം ചോദിക്കാം, കോഡഡ് സിലോജിസം ചോദിക്കാം, ഡേറ്റ സഫിഷ്യൻസി ചോദിക്കാം, ക്രിട്ടിക്കൽ റീസണിങ് ചോദിക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതായത് ഇപ്പം എന്നോട് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആദ്യം നിങ്ങൾ പസിലിൽ ഇരുന്ന് സമയം കളയരുത്. നിങ്ങൾ മിസ്ലേനിയസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ മിസ്ലേനിയസ് എത്ര എണ്ണം ഉണ്ട്? ഒരുപാട് മിസ്ലേനിയസ് ഇല്ലെങ്കിലോ? ചിലപ്പോൾ മിസ്ലേനിയസ് കുറവായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക, ചിലപ്പോൾ മിസ്ലേനിയസിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് അസ് എ ഹോൾ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1-1.5 മിനിറ്റിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നെക്സ്റ്റ് അടിച്ച് നോക്കുക. ഏതൊക്കെയാണ് പസിൽസ്, എത്ര പസിൽസ് ഉണ്ട് എന്ന് നമുക്കൊരു ബേസ് ഐഡിയ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് മനസ്സിലാകും ക്രിട്ടിക്കൽ റീസണിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിസ്ലേനിയസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണോ. അപ്പം നമുക്ക് ചിലപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പസിൽസ് തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ടൈപ്പ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ മുഴുവനൊന്ന് ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു സമയനഷ്ടമല്ല, നമുക്കൊരു ഇച്ചിരി കൂടെ പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിസ്ലേനിയസ് നമുക്ക് നന്നായിട്ട്, അതായത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചിലത് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചിലത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ പുറകിന് പോകാതിരിക്കുക. നമുക്ക് ബാക്കി ഒരു ടോപ്പിക്കിലും ആക്യുറസി നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. ബാക്കി എല്ലാ ടോപ്പിക്കിലും നമുക്ക് പസിൽസിന് ആൻസർ കിട്ടിയാലും നമുക്ക് 100% ആക്യുറസി പറയാം അല്ലേ. മിസ്ലേനിയസിലാണെങ്കിൽ നമുക്ക് ആൻസർ ഇന്നതാണ് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷെ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ നെഗറ്റീവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 100% ഉറപ്പുള്ളത് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക.
അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, സമാധാനത്തോടു കൂടി നോക്കുക. പസിൽസ് ആണെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പസിൽസും ഉണ്ടായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ലെവൽ പസിൽസും ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യമാണ്, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്ന തിരിച്ചറിവാണ് ശരിക്കും നമ്മളെ ജോലിയിലേക്ക് കയറാൻ അല്ലെങ്കിൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. അസ് എ ഹോൾ മുഴുവൻ നോക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പസിൽസ് ആദ്യം ചെയ്യുക. മിസ്ലേനിയസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ പസിൽസിലേക്ക് വരിക. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ചിലർക്ക് പസിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കും, അവർ പസിൽസിൽ നിന്ന് ചെയ്തോ. പിന്നെ ഒരു കാര്യമുണ്ട്, പസിൽസ് തന്നെ 3, 4, 5 പസിൽസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും എളുപ്പമുള്ള പസിൽസ് ആദ്യം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ഡിഫിക്കൽട്ടായിട്ട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പസിൽസ് ആണെങ്കിൽ ഒരുപാട് സമയം പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യനിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നന്നായിട്ട് എഴുതുക എക്സാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന മെയിൻസ് എക്സാം അല്ലേ, RRB POൻ്റെ മെയിൻസ് എക്സാം നാളെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയായിരിക്കും. മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 50 മാർക്സ് ആണുള്ളത്. അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 30 മിനിറ്റ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതായത് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം 30 മിനിറ്റിൽ പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻസിൽ ഏതൊക്കെ വരാമെന്ന് വെച്ചാൽ, ഒന്ന് അരിത്തമെറ്റിക് റിലേറ്റഡ് സെക്ഷൻസ് വരാം. അതായത് ഇപ്പോൾ റേഷ്യോ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് വരാം. പിന്നെ അതുപോലെ തന്നെ DIയുടെ സെക്ഷൻ വരാം. അതുപോലെ തന്നെ കേസ്ലെറ്റ്സിൻ്റെ സെക്ഷൻ വരാം. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്ലീനിയസ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസും നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഈ DI കേസ്ലെറ്റ്സ് ഇതിനൊക്കെ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, കറക്റ്റ് അറ്റംപ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നോർമലൈസേഷനിൽ എക്സസ് മാർക്ക് കിട്ടാറുണ്ട്. RRB POൻ്റെ പ്രത്യേകതയും അതാണ്. നമ്മൾ അക്യുറേറ്റ് ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്സ് എന്താകും, വളരെ എൻഹാൻസിങ് വരും നോർമലൈസേഷൻ്റെ ടൈമിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏത് ഏരിയ ആണ് സ്ട്രോങ് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. മോക്സ് ഒക്കെ ചെയ്തവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് നോക്കുക, നിങ്ങളുടെ പോർഷൻസ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കുക. അതാദ്യം നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക കേട്ടോ. നിങ്ങൾ 40 ക്വസ്റ്റ്യനും ചെയ്യണം, 50 മാർക്ക് മേടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് 30 മിനിറ്റേ ഉള്ളൂ, 40 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 22 to 27 ശരി ഉത്തരമെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, 22 to 27 ശരി ഉത്തരമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പേടിക്കേണ്ട ആവശ്യകതയും വരുന്നില്ല. 20 to 25 ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് 40 ക്വസ്റ്റ്യൻസിന് 50 മാർക്കാണ് അല്ലേ ഉള്ളത്, 1.25 മാർക്ക് വെച്ചിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 20 to 25 കറക്റ്റ് അറ്റംപ്റ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, QAയിൽ ഒരു നല്ല സ്കോർ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻസ് എക്സാമിലാണ് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് മിനിറ്റ് യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ മെയിനായിട്ടും DI കേസ്ലെറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എക്സസ് നോർമലൈസേഷൻ കിട്ടാനുള്ള ചാൻസസ് ഈ 2 കേസസിലും എന്താണ്, വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മിസ്സലേനിയസിൽ നമുക്ക് ഏതൊക്കെ വരാം, ചിലപ്പോൾ ഈ സീരീസ്, അതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻസ്, അപ്രോക്സിമേഷൻ്റെ ഒക്കെ കുറച്ച് ഹൈ ലെവൽസ് ഇതൊക്കെ ചോദിക്കാറുണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ. അപ്പം നിങ്ങൾ പ്രിലിംസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പഠിച്ചതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സെലക്റ്റീവായിട്ട് പ്രോബ്ലംസ് നോക്കുക. കാരണം കുറേ എളുപ്പമുള്ള പ്രോബ്ലംസും ഉണ്ടാകും. അപ്പോൾ അത് ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡാകും. പിന്നെ നല്ലൊരു DIയോ കേസ്ലെറ്റ്സോ കണ്ടു കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കോർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് നേരുന്നു. ഓക്കെ, ബൈ. ഹലോ
ആസ്പിറൻസ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണെന്ന് എനിക്കറിയാം. എക്സാമിങ് വന്നു. സോ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും 2023 വന്ന എക്സാംസിൽ ചോദിച്ച ടോപ്പിക്കുകൾ ഏതൊക്കെയെന്നും അപ്രോക്സിമേറ്റ് എത്ര ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയയും വീക്ക് ഏരിയയും ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ വീക്ക് ഏരിയയിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കാം. RC 10ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. RC നിങ്ങൾക്ക് വീക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ RC നന്നായി പഠിക്കാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് സൈലം ബാങ്കിങ്ങിൽ. സോ നിങ്ങൾക്ക് അത് പോയി കാണാൻ സാധിക്കും. ഓക്കെ, സോ ഏകദേശം അപ്രോക്സ് ലെവലാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ RC ആണ്. ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇരിക്കണം, 40 ചോദ്യങ്ങൾ 30 മിനിറ്റിൽ നമുക്ക് ചെയ്യണം ഇംഗ്ലീഷിൽ. സോ RC 10 ചോദ്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ലതുപോലെ നോക്കിക്കോളാം. രണ്ടാമത്തത് ക്ലോസ് ടെസ്റ്റ് ഉണ്ട്. ക്ലോസ് ടെസ്റ്റിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫില്ലറിലും നമുക്ക് ഏകദേശം 6 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. ആൻഡ് ആക്ച്വലി ഇത് 2023 അപ്രോക്സിമേറ്റ് ബേസിസിലാണ് ഞാനിത് പറയുന്നത്. സോ ഇവരെല്ലാം നിങ്ങളൊന്ന് നന്നായി പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, ഫോർത്ത് വരെ നോക്കുകയാണെങ്കിൽ സെൻറ്റൻസ് റീഅറേഞ്ച്മെന്റിൽ ഓൾമോസ്റ്റ് ഒരു 4 or 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഫിഫ്ത്ത് വൺ ഇസ് ഫ്രേസ് റീപ്ലേസ്മെന്റ്. സോ ഫ്രേസ് റീപ്ലേസ്മെന്റും ഒരു 4 ക്വസ്റ്റ്യൻസ്. ആൻഡ് സിക്സ്ത് വൺ ഇസ് വേർഡ് യൂസേജ്. ഇത് വേർഡ് യൂസേജും വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ ഇവരെല്ലാവരും ഈ 6 പേരും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാത്രമല്ല ഇഡിയംസും ഫ്രേസസും വരാം, സിനോണിംസ് ആന്റണിംസ് ഒക്കെ വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ 6 പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീക്കർ സെക്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കുക. ഓൾറെഡി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ DPPs ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, ക്ലാസ്സസ് ഒക്കെ ഒന്നുകൂടെ കാണുക, ഗ്രാമർ റൂൾസ് എല്ലാം നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഇനി കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തോടെ ഞാൻ പറയാം. കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 15 മിനിറ്റേ ഉള്ളൂ. സെയിം 40 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. 1/2 മാർക്ക് വെച്ചാണ് 20 മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഈ 20 മാർക്ക് നമുക്ക് വെറുതെ അങ്ങ് കൊണ്ട് കളയാൻ പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് 3 ഏരിയയാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഫണ്ടമെന്റൽസ്, ദെൻ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്. ഈ 3 പേരെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഓൾറെഡി മാരത്തോണിൽ 60ഓളം ചോദ്യങ്ങൾ ഈ 3 പേരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ 3 പേരായിട്ട് ബന്ധപ്പെട്ട 60ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അത് വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ ക്ലാസ്സിലായിട്ടും ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യുക, നന്നായിട്ട് എഴുതി നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ മെയിൻസ് പാസ് ആവാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്കായിരിക്കും. 40 ക്വസ്റ്റ്യൻ 40 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതില് നമ്മളടുത്ത് മേജർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതൊക്കെ മാസത്തിൽ നിന്നുമാണ്? 40 ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു 2ാമത്തെ വീക്ക് വരെ 2-2.5 വീക്ക് വരെയൊക്കെ ആയിരിക്കും മേജർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അതായത് ഏകദേശം ഒരു 70% ക്വസ്റ്റ്യൻസും ഈ മാസങ്ങളിൽ നിന്നുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ മേജർ ആയിട്ട് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ന്യൂസുകൾ അല്ലെ. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ആയിട്ടുള്ള കുറേയധികം ന്യൂസുകൾ ഈ മാസങ്ങളിൽ വന്നിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ RBI ഇൻ ന്യൂസ്, RBI ഇൻ ന്യൂസ്, SBI ന്യൂസ്, ഇത് അതുപോലെ തന്നെ ഇവരൊക്കെ ചുമത്തിയിട്ടുള്ള പെനാൽറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RBI ചുമത്തിയിട്ടുള്ള പെനാൽറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് നെക്സ്റ്റ് സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെന്നീസ്, നമ്മുടെ ഗ്രാൻഡ് സ്ലാംസുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ ഗ്രാൻഡ് സ്ലാംസ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഗവൺമെന്റ് സ്കീംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് യൂണിയൻ ബജറ്റ്, ഇതുപോലെയുള്ള കുറേയധികം ഹോട്ട് ടോപ്പിക്കുകൾ നമ്മൾ എന്തായാലും നോക്കിയിട്ട് പോകണം. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഹോട്ട് ടോപ്പിക്സുകൾ പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് നിറയെ ടോപ്പിക്കുകൾ ഉണ്ട്. അപ്പോൾ ഈ 4 മാസങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്സും RBI, SBI ഇവരൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, പിന്നെ സ്പോർട്സ്, യൂണിയൻ ബജറ്റ്, ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം.